നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഐസക്കിന്റെ ആരോഗ്യ കേരളം. ആരോഗ്യ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകി തോമസ് ഐസക്കിന്റെ ആശ്വാസ ബഡ്ജറ്റ്. സർക്കാർ താലൂക്ക് ആശുപത്രികൾക്ക് കിഫ്ബിയിൽ നിന്ന് 2000 കോടി. കാരുണ്യ പദ്ധതി വഴി 350 കോടിയുടെ ചികിത്സാ സഹായം നിർദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ആകെ ചികിത്സാ സഹായ വിഹിതം 1000 കോടി. മന്ദരോഗികൾക്കായി 1 കോടി രൂപ നീക്കിവയ്ക്കുന്ന ആരോഗ്യക്ഷേമ ബഡ്ജറ്റിൽ 170 ആശുപത്രികളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുമെന്ന് പ്രഖ്യാപനം. ക്യാൻസർ, പക്ഷാഘാതം, കരൾ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്ക് കരട് തയ്യാറായതായി ധനമന്ത്രി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുവാനും നിർദ്ദേശം. ഹരിത കേരളം പദ്ധതിക്കായി ബഡ്ജറ്റിൽ അധിക തുക. ശുചിത്വ മിഷന് 127 കോടി നീക്കിവച്ച തോമസ് ഐസക് ആധുനിക അറവുശാലകൾ സ്ഥാപിക്കാൻ നീക്കിവയ്ക്കുന്നത് 120 കോടി. അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 10 കോടി മരങ്ങൾ നടുന്ന പദ്ധതിക്ക് പുറമെ വരൾച്ചയെ നേരിടാനും ക്രിയാത്മക പദ്ധതി. ചോർന്നതോ ചോർത്തിയതോ? ബഡ്ജറ്റ് അവതരണത്തിനിടെ വിവരങ്ങൾ ചോർന്നതായി ആരോപിച്ച് സഭയിൽ പ്രതിപക്ഷ ബഹളവും ബഹിഷ്കരണവും. ധനമന്ത്രി അവതരിപ്പിക്കാനിരിക്കുന്ന ഭാഗങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതായി ആക്ഷേപം. വിഷയം ഗൗരവപൂർവ്വം അന്വേഷിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അവഗണിച്ച് പ്രതിപക്ഷം സഭ വിട്ടു. ബഡ്ജറ്റ് ഭാഗങ്ങളുടെ പ്രിന്റ് ഔട്ട് ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിച്ചത് ധനമന്ത്രിയുടെ പ്രസംഗം 2.5 മണിക്കൂർ പിന്നിട്ട ശേഷം. ബഡ്ജറ്റ് ചോർന്നു നൽകിയത് ധനമന്ത്രിയുടെ ഓഫീസെന്ന് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. സംഭവം ഗൗരവമുള്ളതെന്ന് തോമസ് ഐസക്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെ സഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പുറത്തു വന്നത് ധനമന്ത്രി വായിച്ചു തീർത്ത ഭാഗങ്ങളെന്ന് പിണറായി. അതേസമയം വാട്സ്ആപ്പ് വഴി മാധ്യമ ഓഫീസുകളിൽ ലഭിച്ചത് അവതരിപ്പിച്ച് കഴിയാത്ത ഭാഗങ്ങൾ. സർവം കിഫ്ബിമയം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയായി കിഫ്ബിയെ മാറ്റുമെന്ന പ്രഖ്യാപനത്തിനൊപ്പം അതുവഴി ആകെ 25,000 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് തോമസ് ഐസക്. അടുത്ത കിഫ്ബി യോഗത്തിൽ അനുമതി നൽകുക 11,000 കോടിയുടെ പദ്ധതികൾക്ക്. ഈ വർഷം മാത്രം 15,000 കോടിയുടെ പദ്ധതികൾക്ക് നിർവഹണാനുമതി നൽകുമെന്നും ധനമന്ത്രി. കഴിഞ്ഞ ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷനുകൾ 1000 രൂപയാക്കി ഉയർത്തിയ തോമസ് ഐസക് ഇക്കുറി വർദ്ധിപ്പിച്ചത് 100 രൂപ കൂടി. ഭവനരഹിതർക്ക് സംസ്ഥാനത്ത് വരുന്ന സാമ്പത്തിക വർഷം 1 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകും. 5 വർഷത്തേക്ക് 16,000 കോടിയുടെ ഭവന പദ്ധതി. ഐടിക്കും ഐശ്വര്യം. സാമൂഹ്യ, ആരോഗ്യ, കാർഷിക മേഖലകൾക്ക് മികച്ച വിഹിതം നൽകുന്ന ഐസക്കിന്റെ ക്ഷേമ ബഡ്ജറ്റിൽ വിവരസാങ്കേതിക മേഖലയ്ക്കും കാര്യമായ വിഹിതം. IT മിഷന് 100 കോടി രൂപ വകയിരുത്തിയ ധനമന്ത്രി തിരുവനന്തപുരം ടെക്നോ പാർക്കിന് നൽകിയത് 84 കോടിയും കൊച്ചി ഇൻഫോ പാർക്കിന് 25 കോടിയും. IT മേഖലയിലെ യുവസംരംഭങ്ങൾക്ക് 70 കോടിയുടെ പദ്ധതിക്കും നിർദ്ദേശം. സംസ്ഥാനത്തെ 20 ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്ന ഐസക്കിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം. കിൻഫ്രയ്ക്ക് നീക്കിവയ്ക്കുന്നത് 111 കോടിയുടെ സഹായം. 5 വർഷത്തിനകം 50,000 കോടിയുടെ റോഡ് വികസന പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ബഡ്ജറ്റിൽ മലയോര ഹൈവേകൾക്ക് മാത്രമുള്ള വിഹിതം 3,500 കോടി. ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 അവന്തിക ചേരും. നമസ്കാരം.